വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിന് പാഠ്യപദ്ധതിയിൽ ബോധവൽക്കരണ പരിപാടി ഉൾപ്പെടുത്തുമെന്ന് ആലുവ എംഎൽഎ അൻവർ സാദത്ത് സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളിൽ ലഹരിയുടെ ഉപയോഗം ദൈനംദിന ജീവിതത്തിൽ വർദ്ധിച്ചു വരികയാണ്. തെറ്റുതിരുത്താൻ ഉപയോഗിക്കുന്ന വൈറ്റ്നർ വരെ തെറ്റിലേക്ക് പോകാനാണ് വിദ്യാർത്ഥികൾ ഇന്ന് ഉപയോഗിക്കുന്നത്. പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഹരി ഉപയോഗിക്കുന്നതിനുള്ള വിഷയത്തെക്കുറിച്ചുള്ള ഒരു അവബോധം നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നതിനും അധ്യാപകർ പുസ്തകത്താളുകളിൽ മാത്രം ഉൾപ്പെടുത്തി പഠിപ്പിക്കാതെ പ്രായോഗികമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് എത്തിക്കണമെന്ന ആവശ്യവുമാണ് ആലുവ എംഎൽഎ അൻവർ സാദത്ത് നിയമസഭയിൽ ഉന്നയിച്ചത്. ഇന്ന് ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സാർ. ഇന്ന് നമ്മളുടെ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം കൂടുന്നതായിട്ട് നമുക്ക് പല കണക്കുകളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അതൊരു വസ്തുത തന്നെയാണ്. അത് പലപ്പോഴും നമ്മളെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. നമ്മളെ പത്രമാധ്യമവും ദൃശ്യമാധ്യമവും നമ്മൾ കാണുന്നത്, നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങളെ കാണുന്നത് വളരെ പ്രയാസത്തോടെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ്. ലഹരി ഉപയോഗിച്ച് നമുക്കറിയാം മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു, കൊല ചെയ്യപ്പെട്ട സാഹചര്യം വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് തൃശ്ശൂര് ഒരു പയ്യനാണ്, 15 വയസ്സുള്ള പയ്യനാണ് ഒരു കൊലപാതകത്തിൽ ഉണ്ടായെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പം ഇതെല്ലാം കുട്ടികളിൽ അമിതമായി വരുന്ന സ്വാധീനിക്കുന്ന ഈ ലഹരി ഉപയോഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ പാഠ്യപദ്ധതിയിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു അവബോധം നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരുപക്ഷെ പഠനകാലത്ത് മാതാപിതാക്കൾ പറയുന്നേക്കാൾ കൂടുതൽ അധ്യാപകർ പറയുന്ന കാര്യങ്ങളാണ് അവരുടെ മനസ്സിലേക്ക് കയറുന്നത്. ഞാനിതിന് 2018 ഏപ്രിൽ 4-ാം തീയതി കേരള നിയമസഭ സബ്ജക്ട് കമ്മിറ്റി 6 സ്കൂൾ കുട്ടികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിലെ നിർദ്ദേശങ്ങൾ ഖണ്ഡിക 11 മദ്യം, മയക്കുമരുന്ന് എന്നിവ ഉപയോഗം മൂലം ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളെ സംബന്ധിച്ച് 1-ാം ക്ലാസ് മുതൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇതിനോടുള്ള ബോധവൽക്കരണം രക്ഷകർത്താക്കൾ കൂടി നടപടി സ്വീകരിക്കുന്നു. അത് വ്യക്തമായി തന്നെ ഒരു ശുപാർശ ഈ കമ്മിറ്റി നമുക്ക് നൽകിയിട്ടുണ്ട്. മറുപടിയായി എംഎൽഎ ഉന്നയിച്ച ആവശ്യം പാഠ്യപദ്ധതിയിലുണ്ടെന്നും വിദ്യാലയ പരിസരങ്ങളിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെതിരായുള്ള നടപടികൾ ശക്തമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗവും ആസക്തിയും തടയുവാൻ ലക്ഷ്യമിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ്. ലഹരി വസ്തുക്കൾക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം, സമൂഹത്തെ ശാക്തീകരിക്കൽ, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പിന്തുണാ സംവിധാനങ്ങൾ എന്നിവയാണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്കൂൾ തലത്തിൽ നടത്തേണ്ട ജാഗ്രതാ പ്രവർത്തനങ്ങൾ, ജനജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ചും വിശദമായ മാർഗരേഖ എല്ലാ വിദ്യാലയങ്ങളിലും നൽകിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,